രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചു. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് 11 മണിയോടുകൂടി ജാമ്യം നിഷേധിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ വാദഗതികളെല്ലാം കേട്ടു. ഈ കേസിന് FIR തന്നെ ഇൻവാലിഡ് ആണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. കാരണം ഇത് പുതിയ നിയമങ്ങൾ 2023 ശേഷമുള്ള ഒഫൻസുകളെല്ലാം പുതിയ നിയമത്തിൻ്റെ പരിധിയിൽ വേണം വരാൻ. അപ്പം ഇവിടെ BNSS എന്ന് പറഞ്ഞാൽ CRPC, പഴയ CRPCയിലെ പുതിയ നിയമം BNSSൻ്റെ പരിധിയിലാണ് കേസെടുക്കേണ്ടത്. 154 CRPC പ്രകാരം പണ്ടെടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ BNSSലെ 173 പ്രകാരമാണ്. 173 പ്രകാരം ഇതിനകത്ത് അതിജീവിത മൊഴി കൊടുക്കണം. മൊഴി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ഇലക്ട്രോണിക്സ് മീഡിയത്തിൽ കൂടി വിദേശത്തു നിന്നോ എവിടെ നിന്നെങ്കിലോ മൊഴി അയക്കാം. പക്ഷെ ആ മൊഴി അയക്കുന്ന വ്യക്തി 3 ദിവസത്തിനകം ആ SHO മുമ്പാകെ വന്ന് അവരുടെ സൈൻഡ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണമെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. അതിവിടെ നടന്നില്ല. പിന്നെ എടുത്ത FIRന്റെ പുറത്ത് വീണ്ടും ഒരു അറസ്റ്റ് നടത്തിയാൽ FIR ഇൻവാലിഡ് ആയതുകൊണ്ട് അറസ്റ്റും ഇല്ലീഗലാണെന്നാണ് ഞാൻ പറയുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ FIR വാലിഡ് അല്ല. അതേസമയത്ത് വിദേശത്തു നിന്നുള്ള അവർ സ്ഥലത്ത് വന്നിട്ടില്ല എന്ന് ഉറപ്പായി. അവരവിടുത്തെ എംബസിയിൽ പോയി, എംബസിയുടെ മുമ്പിൽ പോയി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് ഒരു ഒപ്പിട്ട് കൊടുത്താൽ അത് വാലിഡ് ആകില്ല. കാരണം FIRനാണ് നമ്മൾ ഇവിടെ അവരെ വിളിച്ചിരിക്കുന്നത്, അല്ലെ അവർ വരേണ്ടത്. അതൊരു എംബസിയിൽ അവിടെ പോയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് വാലിഡ് ആയിരിക്കും, പക്ഷെ FIR എടുക്കാൻ വാലിഡ് അല്ല. അപ്പൊ അതുകൊണ്ട് ആ കാര്യം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീൽ കോടതി പറഞ്ഞില്ല, മറ്റു കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, നിയമപരമായി ഈ FIR നിലനിൽക്കുന്നതല്ല എന്ന് ഒറ്റ വാദഗതി പറഞ്ഞാൽ മതി. കോടതി അത് പരിശോധിക്കണമായിരുന്നു. അത് പരിശോധിച്ചില്ല. കാരണം ഇത് നിലനിൽക്കത്തില്ല. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അങ്ങനെ ജാമ്യം നിഷേധിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെ 11-ാം തീയതിയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ്. ഞായറാഴ്ച അദ്ദേഹത്തിന് പാലക്കാട്ട് നിന്ന് അദ്ദേഹം പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ അദ്ദേഹത്തിന് താമസ സ്ഥലത്ത് കയറി പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കി. അന്നേരം തന്നെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യത്തിന് മൂവ് ചെയ്തു. അപ്പോൾ 12-ാം തീയതി അദ്ദേഹത്തിനെ ഹാജരാക്കി. 12, 13, 14, 15 ഉൾപ്പെടെ അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിലായി. 3 ദിവസം പോലീസ് കസ്റ്റഡിയിൽ കൊടുത്തു. അതിനുശേഷം 15-ാം തീയതി അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കി. അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ ഇന്നലെ സമർപ്പിക്കപ്പെട്ടു. ഇന്ന് അതിൻ്റെ വാദം കേട്ടു. വാദം കേട്ടിട്ട് കോടതി ജാമ്യം കൊടുത്തില്ല. ഇനി ഈ കോടതിയുടെ ഉത്തരവുകൾ വാങ്ങിച്ചിട്ട് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് ജാമ്യത്തിന് മൂവ് ചെയ്യണം. അവിടുന്ന് മാത്രമേ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ 8 ദിവസം, 9-ാം ദിവസം മാത്രമേ അദ്ദേഹത്തിന് പത്തനംതിട്ട ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ മൂവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അവിടെയും വാദഗതികൾ ഇപ്പം പറഞ്ഞതാണെങ്കിൽ അവിടെ ജാമ്യം നിഷേധിക്കും. ഒഫൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ, ഒഫൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പോലീസ് എടുത്തിരിക്കുന്ന കേസ് വാലിഡ് ആണോ, FIR നിയമപരമായിട്ടാണോ എടുത്തിരിക്കുന്നത്, അല്ല. അതുകൊണ്ടാണ് ആ കേസിന്റെ പ്രതിയെ റിമാൻഡ് ചെയ്തത് നിയമവിരുദ്ധമാണ്, പോലീസ് അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ ഏതായാലും തിങ്കളാഴ്ച പത്തനംതിട്ട സെഷൻസ് കോടതി പരിഗണിക്കും. അവിടെ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരും. അതുവരെ അദ്ദേഹത്തിന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെയാവും. 2ാമത്തെ കേസിനകത്തും നിയമപരമായി നീക്കങ്ങളൊന്നും പോലീസ് നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അറസ്റ്റ് തന്നെ വിവാദമായിരുന്നു. എന്തിനാണ് അങ്ങനെ ഓടിപ്പിടിച്ച് രഹസ്യമായി ചാടിപ്പിടിച്ച് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം 2 കേസിനകത്ത് ഒരു കേസിനകത്ത് അദ്ദേഹം ഓൾറെഡി ജാമ്യത്തിലാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നിന്ന്. മറ്റൊരു കേസിൽ ഹൈക്കോടതി അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞു. ഈ 2 കേസിനകത്തും അദ്ദേഹത്തിന്റെ ജാമ്യ കണ്ടീഷനകത്ത് കൃത്യം പറഞ്ഞിട്ടുണ്ട്, അത് പോലീസ് വിളിച്ചാൽ ഓടിച്ചെല്ലണമെന്ന്. അദ്ദേഹം പറഞ്ഞാൽ പോലീസ് വിളിച്ചാൽ അപ്പം പോവും, സഹകരിക്കും, വിളിക്കുന്നിടത്ത് തീർച്ചയായിട്ടും ചെല്ലും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ
അങ്ങനെ നിയമപരമായി പോലീസ് ഒരു ഫോൺ കോളിൽ വിളിച്ചാൽ അപ്പോൾ തന്നെ ഓടിച്ചെല്ലേണ്ട ഒരു വ്യക്തിയെ എന്തിനാണ് പോലീസ് ഇത്രയും വ്യയം ചെലവാക്കി അത്രയും ആൾക്കാരെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വാഹനവും വണ്ടിയൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് നിന്ന് വളഞ്ഞു പിടിച്ചതെന്ന് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. അത് പോലീസ് നിയമപരമായിട്ട് ഒരു ഫോൺ കോൾ മുടക്കിയാൽ അദ്ദേഹം കൃത്യമായിട്ട് വരണമെന്നില്ലല്ലോ, വരുമെന്നില്ല സാധാരണക്കാർക്ക്. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു കണ്ടീഷൻ ബെയിലുണ്ട് 2 കേസിൽ. അപ്പോൾ വന്നേ പറ്റുള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ആ സെയിം SIT തന്നെയാണ് ഈ കേസിലും അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഇപ്പോഴത്തെ നീക്കം നിയമപരമായിട്ട് ശരിയാണെന്ന് പലർക്കും തോന്നും. IPC അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ, പഴയ നിയമം അനുസരിച്ചാണെങ്കിൽ 154 CRPC അനുസരിച്ച് അദ്ദേഹത്തിന് FIR ഉണ്ടെങ്കിൽ പോലീസ് വിളിച്ചാൽ അറസ്റ്റ് ചെന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാം, പിടിച്ചുകൊണ്ട് പോകാം. പക്ഷേ അത് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പം 2023 ഡിസംബറിലേക്ക് ആണ് എനിക്ക് തോന്നുന്നത് പുതിയ നിയമങ്ങളൊക്കെ രംഗത്ത് വന്നത്. അപ്പം 2024 ജനുവരി മുതൽ പുതിയ നിയമങ്ങൾ വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് എങ്ങനെയാണ് ഗസറ്റിൽ വന്നത് 2023 എനിക്കറിയാം. അത് എഫക്റ്റിലായത് തീർച്ചയായിട്ടും 2024 തുടക്കം മുതലാണെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ എങ്ങനെയാണ് അത് IPC തന്നെയാണോ അട്രാക്ട് ചെയ്തതോ അതോ BNSS തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ആ കാര്യങ്ങൾ ഈ വക്കീൽ നോക്കേണ്ടതാണ്. എങ്കിലും അദ്ദേഹത്തിന് എതിരായി ഒരു മൊഴി കൊടുത്ത്, ഇലക്ട്രോണിക്കലായിട്ടൊരു മൊഴി കൊടുത്തെന്നല്ലാതെ അവർക്കൊരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടില്ല. മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയെങ്കിൽ മാത്രമേ അതിനകത്ത് ഏതെങ്കിലും ഒഫൻസ് ഉണ്ടോ, റേപ്പ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇഞ്ചുറി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ. പക്ഷെ അതിനുള്ളൊരു അവസരമില്ലാതെ എങ്ങനെയാണ് ഒരു പ്രതിയെ ഈ നിയമവിരുദ്ധമായി ജയിലിൽ ഡീറ്റെയിൻ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.